ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു പെരി പെരി അൽഫാം മന്തിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇന്ന് കുഞ്ഞി പാത്തുമാൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേക്ക് ഓള് പറഞ്ഞു എനിക്ക് മന്തി വേണം, കേക്ക് വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്കതൊന്ന് ചെറിയൊരു തട്ടിക്കൂട്ട് മന്തി ഒന്ന് റെഡിയാക്കി എടുത്താലോ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് പെരി പെരി അൽഫാം മന്തിയാണ്. അതിന് അൽഫാമിന് മുറിച്ച് വെച്ച ചിക്കനാണ് നമ്മൾ അങ്ങനെ പറഞ്ഞ് വാങ്ങിച്ചതാണ്. അപ്പോൾ അത് നല്ലോണം കഴുകി ഉപ്പും വിനാഗിരി ഇട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് അത് നല്ല ആഴത്തിൽ വരഞ്ഞു കൊടുക്കണേ, എന്നാലേ മസാലകളൊക്കെ നല്ലോണം അതിലേക്ക് പിടിക്കത്തുള്ളൂ. അപ്പോൾ നല്ലോണം ആഴത്തിൽ വരഞ്ഞു കൊടുക്കുക ചെയ്യണത്. പിന്നെ അതിൻ്റെ അടിയിൽ നമ്മളെ കേക്ക് വന്ന് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല, ഉളപ്പാനെ വെയിറ്റ് ചെയ്യാണ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഫുള്ള് എല്ലാ പീസും നല്ല ആഴത്തിൽ വരഞ്ഞു കൊടുത്തു. ചിക്കനൊക്കെ വരഞ്ഞ് വൃത്തിയാക്കി വെച്ചു. ഇനി അതിലേക്കുള്ള മസാല സെറ്റാക്കാം. വറ്റൽമുളക് ഒരു 5-6 കണ്ടാണ് ഞാൻ എടുത്തത്. പിന്നെ വെളുത്തുള്ളി, പിന്നെ കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ അതും അതിലേക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒരു പിടിയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അത്യാവശ്യം ഒരു 1.5 കിലോൻ്റെ അടുത്ത് ചിക്കൻ ഉണ്ട്. പിന്നെ 2 പിടി ചപ്പും പുതിനയും അതിലേക്ക് അരിഞ്ഞ് ആഡ് ചെയ്തു. ഇനി നമുക്ക് മിക്സിയിലിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ അരമുറി ലെമൺ പിഴിഞ്ഞ് വയ്ക്കണം. അതിൻ്റെ കുരുവൊക്കെ കഴിഞ്ഞിട്ട് വേണം പിഴിയാൻ, അല്ലെങ്കിൽ കഴിക്കാൻ ചാൻസ് ഉണ്ട്. അതിലേക്ക് തന്നെ വേണമെങ്കിൽ ഉപ്പും ആഡ് ചെയ്യാം. പിന്നെ ഞാൻ പിരിമുളക് ആഡ് ചെയ്തിട്ടില്ല. എൻ്റെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഉണ്ടായിരുന്നു, ഞാൻ അത് ആഡ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. വറ്റൽമുളക് ഇനി 8-9 ഒക്കെ എടുക്കട്ടോ. പെരി പെരി അൽഫാം മന്തി ആകുമ്പോൾ അത്യാവശ്യം നല്ല സ്പൈസിനെസ് വേണം. പക്ഷെ ഞാൻ സ്പൈസിനെസ് അധികം ഇട്ടിട്ടില്ല, മക്കൾക്ക് കഴിക്കാനുള്ളതുകൊണ്ട്. ഒരു 8-9 വറ്റൽമുളക് നിങ്ങൾക്ക് ഉപയോഗിക്കാം. കുഞ്ഞു സെലിബ്രേഷനാണ്. ഓളെ ഇഷ്ടത്തിന് ചെറിയൊരു കേക്ക് കട്ട് ചെയ്തു. മറ്റോനും കട്ട് ചെയ്യണം പറഞ്ഞു, ഓനും കട്ട് ചെയ്തു. കേക്ക് നല്ല ടേസ്റ്റുള്ള കേക്കാട്ടോ. ഇളനീരിൻ്റെ ഫ്ലേവറൊക്കെ വന്നിട്ട് ഭയങ്കര ടേസ്റ്റ്. എനിക്കിഷ്ടമാണ്. ഞാൻ പൊതുവേ എനിക്ക് കഴിക്കാൻ കൊതിയാകുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനത്തെ കേക്കാണ് കഴിക്കൽ. ഈ കേക്ക് തന്നെ വാങ്ങി കഴിക്കൽ. അല്ലാത്ത കേക്കിനോട് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. പിന്നെ കേക്ക് കട്ട് ചെയ്തു, എല്ലാവർക്കും കുഞ്ഞു കുഞ്ഞു പീസാക്കിയൊക്കെ കൊടുത്തു. ബാക്കി നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെച്ചു. പിന്നെ അതിൻ്റെ ഇടയിലുണ്ടായ കേക്ക് കൊണ്ടുള്ള അടിയും പിടിയാണ്. അപ്പം എല്ലാവർക്കും മാറി കേക്കൊക്കെ കട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ അതാക്കണം കുഞ്ഞുവാവ, കേക്കിന് ചാടി കളിക്കണ കുഞ്ഞുവാവ. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ മന്തിയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ അരപ്പ് നല്ല പേസ്റ്റ് രൂപത്തിൽ നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് ആ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ബ്ലെൻഡ് ചെയ്തപ്പോൾ ഞാൻ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. പിന്നെ ഇത് സാദാ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തതാണ്. ഇത് അത്ര സ്പൈസി ഇല്ല. കുറച്ചും കൂടി മുളക് പൊടി നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പെരി പെരി ആകുമ്പോൾ കുറച്ചും കൂടി മുളക് പൊടിൻ്റെ ആവശ്യമുണ്ട്. കുറച്ചും കൂടി മുളക് പൊടി ആഡ് ചെയ്യാം. ഇത് കുറച്ച് കളറിനും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തു. ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു. ഞാനിങ്ങനെ സെപ്പറേറ്റ് ആക്കി ഇട്ട് കൊടുത്തതാണ്. അതൊക്കെ ആ മിക്സിയിലേക്ക് തന്നെ ഇട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് നല്ല മിക്സ് ചെയ്ത് കൊടുത്തു. ഇതിൽ കുറച്ച് മസാല നമ്മൾ മാറ്റി വെക്കണം റൈസിലേക്ക് ഇടാൻ. കുറച്ച് മസാല ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് റൈസിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. അപ്പം നല്ലോണം മിക്സ് ചെയ്ത് ഇത് തലേന്ന് വെച്ചിട്ട് പിറ്റേന്ന് വെക്കുന്നതാണ് കുറച്ചും കൂടി മസാലയൊക്കെ പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റിയായി മാറും. ഇത് ഞാൻ 2-3 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ മാറ്റി വെക്കുക ചെയ്തത്. ഇത് ഒരു ഓവർനൈറ്റൊക്കെ വെക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് കിട്ടും. മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുക കേട്ടോ. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം വെജിറ്റബിൾ ഓയിൽ, ഏത് വെജിറ്റബിൾ ഓയിലായാലും മതി. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്തത്. ഒലീവ് ഓയിൽ ആഡ് ചെയ്യാം, ഒക്കെ ചെയ്യാം, പാം ഓയിലൊക്കെ ആഡ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. എൻ്റെ കയ്യിലുണ്ടായിരുന്ന സൺഫ്ലവർ ഓയിലായിരുന്നു. ഞാനത് ഒരു 1/2 കപ്പോളം ഞാൻ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അതൊക്കെ മിക്സിയിലേക്ക് തന്നെ ആഡ് ചെയ്താൽ മതി. ഞാൻ ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ടൊരു രസത്തിന് ചെയ്തതാണ്. 1/2 കപ്പോളം
നമ്മൾ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തു. നല്ല മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇനി ഫ്രിഡ്ജിലേക്ക് മാറ്റാം. നമ്മുടെ ചിക്കനില്ല മസാല സെറ്റായിട്ടുണ്ട്. മസാലയൊക്കെ പുരട്ടി ഫ്രീസറിൽ വെച്ചു. ഫ്രീസറിൽ വെച്ച് 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മളിനി അത് ഫ്രൈ ചെയ്യുകയാണ്. ഫ്രൈ ചെയ്യാൻ ചട്ടി പാൻ ചൂടായി വന്ന ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ പറ്റൂല, കാരണം അതിൻ്റെ ഫ്ലേവർ എടുത്ത് വരും. മന്തിക്ക് ഒരിക്കലും അതിൻ്റെ ഫ്ലേവർ ചേരൂല. അപ്പോൾ നമ്മളെടുത്തത് വെജിറ്റബിൾ ഓയിലായ സൺഫ്ലവർ ഓയിലാണ്. എണ്ണ ചൂടായ ശേഷം അതിലേക്ക് ഓരോ പീസായി വെച്ച് കൊടുത്തു. അത് സ്ലോ കുക്ക് ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ഇടരുത്, കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അത് ഉള്ളു വേവത്തുമില്ല. സ്ലോ കുക്ക് ചെയ്ത് ഞാൻ 1 മണിക്കൂറോളം വെച്ചിട്ടാണ് ഞാനത് വേവിച്ചെടുത്തത്. അപ്പോൾ ഇനി അതവിടെ വേകുമ്പോഴേക്കും നമുക്കിവിടെ അതിലേക്കുള്ള റൈസ് റെഡിയാക്കിയെടുക്കാം. ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒരിക്കലും ഒഴിച്ച് കൊടുക്കരുത്, അതിൻ്റെ ഫ്ലേവർ എടുത്ത് വരാൻ ചാൻസ് ഉണ്ട്. ഒരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് പട്ട, ഞാൻ 1 കിലോനാണ് റൈസ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഒരു 4-5 കഷ്ണം പട്ട, 5-6 കറുകാപ്പൂവോ, ആ കറുകാപ്പട്ടൻ്റെ പൂവുണ്ടല്ലോ, ആ പൂവ് ഒരു 7-8 എണ്ണം ഇട്ടു. അതുപോലെ തന്നെ പച്ചക്കുരുമുളകല്ല, കുരുമുളക് ഒരു പിടി എങ്ങാണ്ട്, ഒരു പിടിയല്ല 1/4 പൊടിയോളം ഇട്ടെടുത്തു. അത് സ്ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതാക്കാൻ. ചട്ടി ചൂടായതിന് ശേഷം ഇത് ഹൈ ഫ്ലെയിമിലായിരുന്നു, പക്ഷെ കരിഞ്ഞിട്ടൊന്നുമില്ല. നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് കുനുകുന അരിഞ്ഞ വെളുത്തുള്ളി, ഒരു പിടി വെളുത്തുള്ളി അരിഞ്ഞിട്ട് കൊടുത്തു. അതുപോലെ തന്നെ വെളുത്തുള്ളി ഒന്ന് ബ്രൗൺ കളർ, ഒരു ഗോൾഡൻ കളറായി വന്നപ്പോഴേക്കും അതിലേക്ക് നമ്മൾ ഒരു വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് ആഡ് ചെയ്തു. അപ്പോൾ വലിയ ഉള്ളി നന്നായി മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കനിലേക്ക് ഇട്ട മസാല കുറച്ച് മാറ്റി വെച്ചിരുന്നല്ലോ, ആ മസാല അതിലേക്ക് ആഡ് ചെയ്ത് നല്ലോണം ആ മസാലയൊക്കെ മൂത്ത് വന്നതിന് ശേഷം മാത്രമേ അതിലേക്ക് അരി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അതിലേക്ക് മസാലകളെല്ലാം നമ്മൾ ആ മസാല കുറച്ചധികം വേണം. ഞാൻ ബാക്കിയുള്ളത് കുറച്ചധികം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ കുറച്ചും കൂടി വേണമെന്ന് തോന്നി ഞാൻ കുറച്ചും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ അരപ്പ് നല്ലോണം മൂത്ത് വരട്ടെ, മസാലകളൊക്കെ നല്ലോണം മൂത്ത് വരട്ടെ. മൂത്തതിന് ശേഷം നമുക്കതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കാം. അരി 2-3 മണിക്കൂർ കുതിർത്ത ബസ്മതി അരി, വെള്ള അരിയാണ് നമ്മൾ ആഡ് ചെയ്തത്. ഉപ്പ് കുറവാണെന്ന് തോന്നി, അപ്പോൾ ഞാനൊരു 3/4 ടീസ്പൂണോളം ഉപ്പ് ആഡ് ചെയ്തു. നന്നായി ഇളക്കി കൊടുത്തു. ഇനി നമുക്കതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. 1 kg അരിയാണ് നമ്മൾ അതിൽ, ബസ്മതി അരി, അത് പച്ചരിയാണ് ആഡ് ചെയ്ത് കൊടുത്തത്. ഇത് പച്ചരി ആകുമ്പോൾ അധികം വേവില്ല, മറ്റേ അരിയാണെങ്കിൽ നല്ല വേവുണ്ട്. അപ്പോൾ നമ്മൾ സജസ്റ്റ് ചെയ്തത് വൈറ്റ് അരിയാണ്. അതിലേക്ക് റൈസ് ആഡ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തും മസാല വരുന്ന രീതിയിൽ നന്നായി ഇളക്കി കൊടുക്കണം. എല്ലായിടത്തും മസാല എത്തണം, ആ രീതിയിൽ വേണം ചെയ്യാൻ. മസാല എല്ലായിടത്തും ഇളകി. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നാഴി അരിക്ക് 2 കപ്പ് വെള്ളം എന്നാണ് കണക്ക്. ഇത് നല്ലോണം കുതിർന്നതായതുകൊണ്ട് നമ്മൾ 1.5 കപ്പ് വെള്ളം എടുക്കുന്നുള്ളൂ. 1.5 ഗ്ലാസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. 1.5 ഗ്ലാസ് വെള്ളം എടുത്തു. അങ്ങനെ 4.5 ഗ്ലാസ് വെള്ളം അങ്ങാണ്ട് നമ്മൾ ഏകദേശം കണക്ക് നോക്കിയിട്ട്, പക്ഷേ അത് തിളച്ച ശേഷം നമുക്കിനി അത് അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ സാധാരണ എല്ലാവരും ചിക്കൻ വേവിച്ച വെള്ളത്തിലേക്കാണ് നമ്മൾ അരി ഇട്ട് കൊടുക്കാറ്. പക്ഷേ ഇതിലങ്ങനെ ആഡ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഒരു പീസ് മാഗി കട്ട യൂസ് ചെയ്തു. ഒരു 1.25 പീസ് മാഗി കട്ട ആഡ് ചെയ്തു, അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. അത് വേണമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ. അത് വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഹെൽത്തിയാണ്, അത്രയും നല്ലതാണ്. കളറും അഡീഷണൽ കളേഴ്സൊന്നും നമ്മൾ ഈ റൈസിൽ ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ ആ മസാല മാത്രമേ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്നും അത്ര അൺഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളൊന്നും ഇതിൽ സൺഫ്ലവർ ഓയിൽ എങ്ങാണ്ട് കുറച്ച് യൂസ് ചെയ്യണതുള്ളൂ. അത് അൺഹെൽത്തി ആണോ എന്ന് എനിക്കറിയില്ല. ആണെന്ന് പറയണത് കേൾക്കാം, അറിയില്ല. അപ്പോൾ മാഗി കട്ട ഇട്ടെടുത്തു, നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനില്ല ചൂടുവെള്ളം നമ്മളവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചൂടുവെള്ളം നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് വെന്ത് വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് അധികമൊന്നും നേരം ഞാൻ അത് വേവിച്ചാൽ എടുത്തിട്ടില്ല കേട്ടോ. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഇത് ഏകദേശം ജസ്റ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ തന്നെ നമ്മൾ അരി നല്ലോണം വെന്തിട്ടുണ്ട്.
നമ്മൾ റൈസ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചിക്കൻ ഇറക്കി വെക്കാം. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിരുന്നു. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്ത് ആവി കയറ്റിയിട്ട് നമ്മളത് അടച്ച് വെച്ച് വെയിറ്റ് വെക്കുക ചെയ്തത്. ഇനി നിങ്ങൾക്ക് അതിൽ സ്മോക്കി ഫ്ലേവർ വരണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒരു ഒരു പാത്രത്തിലാക്കി ജസ്റ്റ് ഒന്ന് പുകയിച്ചിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മന്തി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.